പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള ട്രംപ് ഒരു ടോക്കിങ്ങിന് തയ്യാറാണെന്നുള്ളത്. ഞാനെങ്കിൽ ഏത് രീതിയിലും ഒരു കോംപ്രമൈസിൽ എല്ലാ രാജ്യത്തോടും ചെയ്യുന്ന രീതികൾ തന്നെ ചൈനയോടും തയ്യാറായി എന്നുള്ളത് മാർക്കറ്റിനെ ഒരു കൂളാക്കുന്നുണ്ട്. ഈ ട്രേഡ് വാർ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് പിന്നീട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ലൈഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. ഏകദേശം 8 മണി സമയത്ത് ടൈമിന് ഇപ്പോൾ ഏകദേശം ഒരു 69 പോയിൻ്റ് നിഫ്റ്റി ഡൗൺ ആണ്. ട്രെൻഡ് ഒന്ന് ഡൗൺ കാണിക്കുന്നത്, നിഫ്റ്റിയുമ്പോൾ ഡൗൺ ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന റിസൾട്ടുകളിൽ എന്തോ പാക്കേജിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ബാങ്കിൻ്റെ നല്ല റിസൾട്ട് ആയിരുന്നു. അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ആണ്. ഏറെക്കുറെ വലിയൊരു ബൈ എന്ന് പറയാൻ പറ്റില്ല. ഒരു 5000 കോടി 4500 കോടിയുടെ അടുത്തുള്ള ബൈയും എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ് വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ കുറഞ്ഞു വരുന്നതും FISൻ്റെ ബൈ വന്നപ്പോൾ ഡൊമസ്റ്റിക് ഇത് എന്താ പറയുക, ഒരു സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് വരുമ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡ് കൊടുക്കുകയാണ് ഇങ്ങനെ വരുമ്പോൾ. ഗുഡ് റിസൾട്ടുകൾ പലതും വന്നിട്ടും ഇൻഫോസിൻ്റെ റിസൾട്ട് വീക്കായിരുന്നു. ഡിവിഡൻഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും റിസൾട്ട് വീക്കാണ്. ആ കൂടി ഗൈഡൻസും മാത്രം കുറച്ച് പോസിറ്റീവായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതിനിപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷനിൽ റിസ്ക് കൂടിയ സെക്ടറാണ് IT എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ന്യൂട്രൽ ഇടാൻ പറ്റുള്ളൂ. HDFC ബാങ്കിൻ്റെ റിസൾട്ടായിരുന്നു, സൂപ്പർ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഇനി ഇവിടെ നിന്ന് കൊണ്ട് പുതിയൊരു ബൈ ഒക്കെ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. പല റേറ്റിംഗ് കമ്പനികൾ റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് HDFC ഗുഡ് റിസൾട്ടാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആവാനുള്ള സമയമായി കഴിഞ്ഞു. HDFC ബാങ്ക് ഓരോ ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതിന് ഒരു കൗണ്ടർമെൻറ്റ് ചിലർ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് HDFC പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ കൗണ്ടറായിരിക്കും. അതുപോലെ ICICI ബാങ്ക് ബെസ്റ്റ് റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇതും ഇതേ സ്റ്റൈലിൽ നമുക്ക് ആവറേജ് ചെയ്ത് ട്രേഡ് ചെയ്യണ, സിംഗിൾ ട്രേഡ് ചെയ്യണവർക്ക് ആവറേജ് ട്രേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കൗണ്ടറായിട്ട് മാറുകയാണ്. അടുത്ത ബജാജ് ഫിൻസർവ് നല്ല ബിസിനസ്സാണ് മൂവ് ചെയ്യുന്നത്. നല്ല ബിസിനസ് മൂവ് ചെയ്യുന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോങ് ടൈമിന് അതുകൊണ്ട് തന്നെ ഇതും സെയിം ലെവലിൽ നമുക്ക് ബജാജ് ഫിൻസർവ് നമുക്ക് ഒരു ബൈ ട്രെൻഡ് തന്നെയാണ് കിട്ടുള്ളൂ. ഓരോ ഡിപ്പിലും ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നത് വളരെ നല്ല റിസൾട്ടാണ്. പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വിഷമതകളൊക്കെ തീർന്ന് യെസ് ബാങ്ക് പതുക്കെ റിയാലിറ്റിയിലേക്ക് ഫേസ് ചെയ്യുകയാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ലോ മൂവ്മെൻറ്റുള്ള കൗണ്ടറാണ്. ഇനി മുതൽ ശ്രദ്ധിക്കാവുന്ന കൗണ്ടർ എന്ന് പറയാം. ഡോളർ ഇൻഡെക്സാണ്. ഡോളർ ഇൻഡെക്സ് ഏകദേശം 98.31 എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ഇതാണ് ഇനിയിപ്പം കണ്ടത്. ഇതുകൊണ്ടാണ് നമ്മളെ ഇൻഡെക്സുകൾക്ക് ഇനി ഒരു കയറാൻ മടി കാണിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് വീണ്ടും ഡൗൺ ആണ്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും ഈ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളത് ഒരു ഓപ്ഷനും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ ഇതിപ്പോൾ ലൈവിലെടുത്തതാണ്. അപ്പോൾ ഇത് എടുക്കുമ്പോൾ ഇത് 98 വരുമ്പോൾ പറഞ്ഞാൽ നമുക്കറിയേണ്ടത് 107 എന്നാണ് വരുന്നത്. ഇപ്പോഴും അത് അൺസർട്ടനിറ്റി ആയിട്ട് താഴ്ത്ത. അപ്പോൾ ഒരു ഇഷ്യൂ ചൈനയായിട്ടുള്ള ഇഷ്യൂ തീർന്നു എന്ന് ഇൻഡെക്സ് US ഡോളർ ഇൻഡെക്സ് വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗുഡ് ന്യൂസിൽ വരുന്നുണ്ടെങ്കിലും ആക്ച്വൽ ഒരു ഗുഡ് ന്യൂസിനെ പുറത്തുള്ള ആ ട്രെൻഡ് ഇവിടെ കാണുന്നില്ല. ഇത് നെഗറ്റീവാണ് വേൾഡ് മാർക്കറ്റിന് കേട്ടോ. ട്രെൻഡ് ഈ ഷെയർ വാച്ച് ചെയ്യാവുന്ന അക്കൗണ്ടാണ്. ടാറ്റ കമ്പനിയുടെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ടാറ്റയാണ്. 5000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. HDFC ബാങ്ക് നല്ല റിസൾട്ടായിരുന്നു. ഇന്നത്തെ പെർഫോമർ ഇനി ആവാൻ സാധ്യതയുണ്ട്. ബൈ ആയിരിക്കും. അതും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. നല്ല ബൈ ആയി കരുതുന്നു. ഓക്കെ, അതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കെങ്കിലും റിക്കവറി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള ട്രംപ് ഒരു ടോക്കിങ്ങിന് തയ്യാറാണെന്നുള്ളത്. ഞാനെങ്കിൽ ഏത് രീതിയിലും ഒരു കോംപ്രമൈസിൽ എല്ലാ രാജ്യത്തോടും ചെയ്യുന്ന രീതികൾ തന്നെ ചൈനയോടും തയ്യാറായി എന്നുള്ളത് മാർക്കറ്റിനെ ഒരു കൂളാക്കുന്നുണ്ട്. ഈ ട്രേഡ് വാർ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് പിന്നീട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ലൈഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. ഏകദേശം 8 മണി സമയത്ത് ടൈമിന് ഇപ്പോൾ ഏകദേശം ഒരു 69 പോയിൻ്റ് നിഫ്റ്റി ഡൗൺ ആണ്. ട്രെൻഡ് ഒന്ന് ഡൗൺ കാണിക്കുന്നത്, നിഫ്റ്റിയുമ്പോൾ ഡൗൺ ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന റിസൾട്ടുകളിൽ എന്തോ പാക്കേജിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ബാങ്കിൻ്റെ നല്ല റിസൾട്ട് ആയിരുന്നു.
അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ആണ്. ഏറെക്കുറെ വലിയൊരു ബൈ എന്ന് പറയാൻ പറ്റില്ല. ഒരു 5000 കോടി 4500 കോടിയുടെ അടുത്തുള്ള ബൈയും എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ് വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ കുറഞ്ഞു വരുന്നതും FISൻ്റെ ബൈ വന്നപ്പോൾ ഡൊമസ്റ്റിക് ഇത് ഒരു എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് വരുമ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡ് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു വരുമ്പോൾ. ഗുഡ് റിസൾട്ടുകൾ പലതും വന്നിട്ടും ഇൻഫോസിൻ്റെ റിസൾട്ട് വീക്കായിരുന്നു. ഡിവിഡൻഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും റിസൾട്ട് വീക്കാണ്. ആ കൂടി ഗൈഡൻസും മാത്രം കുറച്ച് പോസിറ്റീവായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതിനിപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷനിൽ റിസ്ക് കൂടിയ സെക്ടറാണ് IT എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ന്യൂട്രൽ ഇടാൻ പറ്റുള്ളൂ. HDFC ബാങ്കിൻ്റെ റിസൾട്ടായിരുന്നു, സൂപ്പർ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഇനി ഇവിടെ നിന്ന് കൊണ്ട് പുതിയൊരു ബൈ ഒക്കെ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. പല റേറ്റിംഗ് കമ്പനികൾ റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് HDFC ഗുഡ് റിസൾട്ടാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആവാനുള്ള സമയമായി കഴിഞ്ഞു. HDFC ബാങ്ക് ഓരോ ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതിന് ഒരു കൗണ്ടർ തന്നെ ചിലർ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് HDFC പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ കൗണ്ടറായിരിക്കും. അതുപോലെ ICICI ബാങ്ക് ബെസ്റ്റ് റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇതും ഇതേ സ്റ്റൈലിൽ നമുക്ക് ആവറേജ് ചെയ്ത് ട്രേഡ് ചെയ്യണം, സിംഗിൾ ട്രേഡ് ചെയ്യണവർക്ക് ആവറേജ് ട്രേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല കൗണ്ടറായിട്ട് മാറുകയാണ്. അടുത്ത ബജാജ് ഫിൻസർവ് നല്ല ബിസിനസ്സാണ് മൂവ് ചെയ്യുന്നവർ, നല്ല ബിസിനസ് മൂവ് ചെയ്യുന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോങ് ടൈം അതുകൊണ്ട് തന്നെ ഈ ഇതും സെയിം ലെവലിൽ നമുക്ക് ബജാജ് ഫിൻസർവ് നമുക്ക് ഒരു ബൈ ട്രെൻഡ് തന്നെയാണ് കിട്ടുള്ളൂ. ഓരോ ഡിപ്പിലും ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നത് വളരെ നല്ല റിസൾട്ടാണ്. പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വിഷമതകളൊക്കെ തീർന്ന് യെസ് ബാങ്ക് പതുക്കെ റിയാലിറ്റിയിലേക്ക് ഫേസ് ചെയ്യുകയാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് സ്ലോ മൂവ്മെൻറ്റുള്ള കൗണ്ടറാണ്. ഇനി മുതൽ ശ്രദ്ധിക്കാവുന്ന കൗണ്ടർ എന്ന് പറയാം. ഡോളർ ഇൻഡെക്സാണ്. ഡോളർ ഇൻഡെക്സ് ഏകദേശം 98.31 എന്ന് പറഞ്ഞാൽ വളരെ മോശമായി. ഇതാണ് ഇനിയിപ്പം കണ്ടത്. ഇതുകൊണ്ടാണ് നമ്മളെ ഇൻഡെക്സുകൾക്ക് ഇനി ഒരു കയറാൻ മടി കാണിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് വീണ്ടും ഡൗൺ ആണ്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും ഈ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളത് ഒരു ഓപ്ഷനും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ ഇതിപ്പോൾ ലൈവിലെടുത്തതാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത് 98 വരുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയണത് 107 നിന്നാണ് വരുന്നത്. ഇപ്പോഴും അത് അൺസർട്ടനിറ്റി ആയിട്ട് താഴ്ത്ത. അപ്പോൾ ഒരു ഇഷ്യൂ ചൈനയായിട്ടുള്ള ഇഷ്യൂ തീർന്നു എന്ന് ഇൻഡെക്സ് US ഡോളർ ഇൻഡെക്സ് വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗുഡ് ന്യൂസിൽ വരുന്നുണ്ടെങ്കിലും ആക്ച്വൽ ഒരു ഗുഡ് ന്യൂസിനെ പുറത്തുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണുന്നില്ല. ഇത് നെഗറ്റീവാണ് വേൾഡ് മാർക്കറ്റിന് കേട്ടോ. ട്രെൻഡ് ഈ ഷെയർ വാച്ച് ചെയ്യാവുന്ന അക്കൗണ്ടാണ്. ടാറ്റ കമ്പനിയുടെ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ടാറ്റയാണ്. 5000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. HDFC ബാങ്ക് നല്ല റിസൾട്ടായിരുന്നു. ഇന്നത്തെ പെർഫോമർ തന്നെ ആവാൻ സാധ്യതയുണ്ട്. ബൈ ആയിരിക്കും. അതും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. നല്ല ബൈ ആയി കരുതുന്നു. ഓക്കെ, അതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കെങ്കിലും റിക്കവറി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു. പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള ട്രംപ് ഒരു ടോക്കിങ്ങിന് തയ്യാറാണെന്നുള്ളത്. ഞാനെങ്കിൽ ഏത് രീതിയിലും ഒരു കോംപ്രമൈസുകൾ എല്ലാ രാജ്യത്തോടും ചെയ്യുന്ന രീതികൾ തന്നെ ചൈനയോടും തയ്യാറായി എന്നുള്ളത് മാർക്കറ്റിനെ ഒരു കൂളാക്കുന്നുണ്ട്. ഈ ട്രേഡ് വാർ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് പിന്നീട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ലൈഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. ഏകദേശം 8 മണി സമയത്ത് ടൈമിന് ഇപ്പോൾ ഏകദേശം ഒരു 69 പോയിൻ്റ് നിഫ്റ്റി ഡൗൺ ആണ്. ട്രെൻഡ് ഒന്ന് ഡൗൺ കാണിക്കുന്നത്. നിഫ്റ്റിയുമ്പോൾ ഡൗൺ ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന റിസൾട്ടുകളിൽ എന്തോ പാക്കേജിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ബാങ്കിൻ്റെ നല്ല റിസൾട്ടായിരുന്നു. അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ആണ്. ഏറെക്കുറെ വലിയൊരു ബൈ എന്ന് പറയാൻ പറ്റില്ല. ഒരു 5000 കോടി 4500 കോടിയുടെ അടുത്തുള്ള ബൈയും എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ് വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ കുറഞ്ഞു വരുന്നതും FISൻ്റെ ബൈ വന്നപ്പോൾ ഡൊമസ്റ്റിക് ഇത് ഒരു എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് വരുമ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡ് കൊടുക്കുകയാണ് ഇങ്ങനെ ഒരു വരുമ്പോൾ. ഗുഡ് റിസൾട്ടുകൾ പലതും വന്നിട്ടും
ഇൻഫോസിൻ്റെ റിസൾട്ട് വീക്കായിരുന്നു. ഡിവിഡൻഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും റിസൾട്ട് വീക്കാണ്. ആ കൂടി ഗൈഡൻസും മാത്രം കുറച്ച് പോസിറ്റീവായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതിനിപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷനിൽ റിസ്ക് കൂടിയ സെക്ടറാണ് IT എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ന്യൂട്രൽ ഇടാൻ പറ്റുള്ളൂ. HDFC ബാങ്കിൻ്റെ റിസൾട്ടായിരുന്നു, സൂപ്പർ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഇനി ഇവിടെ നിന്ന് കൊണ്ട് പുതിയൊരു ബൈ ഒക്കെ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. പല റേറ്റിംഗ് കമ്പനികൾ റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് HDFC ഗുഡ് റിസൾട്ടാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആവാനുള്ള സമയമായി കഴിഞ്ഞു. HDFC ബാങ്ക് ഓരോ ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതിന് ഒരു കൗണ്ടർ തന്നെ ചിലർ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് HDFC പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ കൗണ്ടറായിരിക്കും. അതുപോലെ ICICI ബാങ്ക് ബെസ്റ്റ് റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇതും ഇതേ സ്റ്റൈലിൽ നമുക്ക് ആവറേജ് ചെയ്ത് ട്രേഡ് ചെയ്യണം, സിംഗിൾ ട്രേഡ് ചെയ്യണവർക്ക് ആവറേജ് ട്രേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രം നല്ല കൗണ്ടറായിട്ട് മാറുകയാണ്. അടുത്ത് ബജാജ് ഫിൻസർവ്. നല്ല ബിസിനസ്സാണ് മൂവ് ചെയ്യുന്നവരെ നല്ല ബിസിനസ് മൂവ് ചെയ്യുന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോങ് ടൈമിന് അതുകൊണ്ട് തന്നെ ഈ ഇതും സെയിം ലെവലിൽ നമുക്ക് ബജാജ് ഫിൻസർവ് നമുക്ക് ഒരു ബൈ ട്രെൻഡ് തന്നെയാണ് കിട്ടുള്ളൂ. ഓരോ ഡിപ്പിലും ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നത് വളരെ നല്ല റിസൾട്ടാണ്. പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വിഷമതകളൊക്കെ തീർന്ന് യെസ് ബാങ്ക് പതുക്കെ റിയാലിറ്റിയിലേക്ക് ഫേസ് ചെയ്യുകയാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്റും സ്ലോ മൂവ്മെൻറ്റുള്ള കൗണ്ടറാണ്. ഇനി മുതൽ ശ്രദ്ധിക്കാവുന്ന കൗണ്ടർ എന്ന് പറയാം. ഡോളർ ഇൻഡെക്സാണ്. ഡോളർ ഇൻഡെക്സ് ഏകദേശം 98.31 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി. ഇതാണ് ഇനിയിപ്പം കണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സുകൾക്ക് ഇനി ഒരു കയറ മടി കാണിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് വീണ്ടും ഡൗൺ ആണ്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും ഈ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളത് ഒരു ഓപ്ഷനും ഈ ഒരു ഇൻഡെക്സിൽ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ ഇതിപ്പോൾ ലൈവിലെടുത്തതാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത് 98.13 എന്ന് പറഞ്ഞാൽ നമുക്കറിയേണ്ടത് 107 എന്നാണ് വരുന്നത്. ഇപ്പോഴും അത് അൺസർട്ടനിറ്റി ആയിട്ട് താഴ്ത്ത. അപ്പോൾ ഒരു ഇഷ്യൂ ചൈനയായിട്ടുള്ള ഇഷ്യൂ തീർന്നു എന്ന് ഇൻഡെക്സ് US ഡോളർ ഇൻഡെക്സ് വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് ഞങ്ങൾ പറഞ്ഞ ചെറിയൊരു ഗുഡ് ന്യൂസിൽ വരുന്നുണ്ടെങ്കിലും ആക്ച്വൽ ഒരു ഗുഡ് ന്യൂസിനെ പുറത്തുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണുന്നില്ല. ഇത് നെഗറ്റീവാണ് വേൾഡ് മാർക്കറ്റിന് കേട്ടോ. ട്രെൻഡ് ഈ ഷെയർ വാച്ച് ചെയ്യാവുന്ന അക്കൗണ്ടാണ്. ടാറ്റ കമ്പനിയുടെയാണെന്നുള്ളത് ശ്രദ്ധിക്കുക. ടാറ്റയാണ്. 5000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. HDFC ബാങ്ക് നല്ല റിസൾട്ടായിരുന്നു. ഇന്നത്തെ പെർഫോമർ ഇനി ആവാൻ സാധ്യതയുണ്ട്. ബൈ ആയിരിക്കും. അതും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. നല്ല ബൈ ആയി കരുതുന്നു. ഓക്കെ, അതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കുമെങ്കിലും റിക്കവറി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ന്യൂസ് നോക്കുമ്പോൾ ആദ്യത്തെ ന്യൂസ് എന്ന് പറയുന്നത് ചൈനയായിട്ടുള്ള ട്രംപ് ഒരു ടോക്കിങ്ങിന് തയ്യാറാണെന്നുള്ളത്. ഞാനെങ്കിൽ ഏത് രീതിയിലും ഒരു കോംപ്രമൈസിൽ എല്ലാ രാജ്യത്തോടും ചെയ്യുന്ന രീതികൾ തന്നെ ചൈനയോടും തയ്യാറായി എന്നുള്ളത് മാർക്കറ്റിനെ ഒരു കൂളാക്കുന്നുണ്ട്. ഈ ട്രേഡ് വാർ ഒരു സോഫ്റ്റ്നെസ്സിലേക്ക് പിന്നീട് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. സ്ലൈഡ് ഡൗൺ ആയിട്ട് കാണിക്കുന്നു. ഏകദേശം 8 മണി സമയത്ത് ടൈമിന് ഇപ്പോൾ ഏകദേശം ഒരു 69 പോയിൻ്റ് നിഫ്റ്റി ഡൗൺ ആണ്. ട്രെൻഡ് ഒന്ന് ഡൗൺ കാണിക്കുന്നത്. നിഫ്റ്റിയുമ്പോൾ ഡൗൺ ആണ് കാണിക്കുന്നത്. എനിക്ക് തോന്നുന്നു വരാൻ പോകുന്ന റിസൾട്ടുകളിൽ എന്തോ പാക്കേജിൽ ഒരു പ്രശ്നം വരുന്നുണ്ട്. ബാങ്കിൻ്റെ നല്ല റിസൾട്ടായിരുന്നു. അടുത്തത് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈ ആണ്. ഏറെക്കുറെ വലിയൊരു ബൈ എന്ന് പറയാൻ പറ്റില്ല. ഒരു 5000 കോടി 4500 കോടിയുടെ അടുത്തുള്ള ബൈയും എന്നാൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെല്ലിങ് വന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്തായി ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ബൈ കുറഞ്ഞു വരുന്നതും FIസിൻ്റെ ബൈ വന്നപ്പോൾ ഡൊമസ്റ്റിക് ഇത് ഒരു എന്താ പറയുക ഒരു സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് വരുമ്പോൾ ഒരു സൈഡിൽ നിന്നുള്ള നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ ഇതൊരു മാർക്കറ്റിൽ നെഗറ്റീവ് ട്രെൻഡ് കൊടുക്കുകയാണ്. ഇങ്ങനെ ഒരു വരുമ്പോൾ ഗുഡ് റിസൾട്ടുകൾ പലതും വന്നിട്ടും. ഇൻഫോസിൻ്റെ റിസൾട്ട് വീക്കായിരുന്നു. ഡിവിഡൻഡ് കൊടുത്തു എന്നൊക്കെ പറഞ്ഞാലും റിസൾട്ട് വീക്കാണ്. ആ കൂടി ഗൈഡൻസും മാത്രം കുറച്ച് പോസിറ്റീവായിട്ട് വെച്ചിട്ടുണ്ട് എന്ന് മാത്രം. ഇതിനിപ്പോൾ നമുക്ക് മാർക്കറ്റിൻ്റെ കണ്ടീഷനിൽ റിസ്ക് കൂടിയ സെക്ടറാണ് IT എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ന്യൂട്രൽ ഇടാൻ പറ്റുള്ളൂ. HDFC ബാങ്കിൻ്റെ റിസൾട്ടായിരുന്നു, സൂപ്പർ റിസൾട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ HDFC ബാങ്ക് ഇനി ഇവിടെ നിന്ന് കൊണ്ട് പുതിയൊരു ബൈ ഒക്കെ മാർക്കറ്റിൽ വരാൻ സാധ്യതയുണ്ട്. പല റേറ്റിംഗ് കമ്പനികൾ റേറ്റിംഗ് കൂട്ടാൻ സാധ്യതയുണ്ട്
എന്നുള്ളതുകൊണ്ട് HDFC ഗുഡ് റിസൾട്ടാണ്. ഇനി ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് റെഡി ആവാനുള്ള സമയമായി കഴിഞ്ഞു. HDFC ബാങ്ക് ഓരോ ഇപ്പോൾ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നതിന് ഒരു കൗണ്ടർമാനെ ചിലർ ട്രേഡ് ചെയ്യുന്നവരുണ്ട്. അവരെ സംബന്ധിച്ച് HDFC പല സമയങ്ങളിലായിട്ട് വാങ്ങിച്ച് ട്രേഡ് ചെയ്യാൻ പറ്റിയ കൗണ്ടറായിരിക്കും. അതുപോലെ ICICI ബാങ്ക് ബെസ്റ്റ് റിസൾട്ടാണ് വന്നത്. അപ്പോൾ ഇതും ഇതേ സ്റ്റൈലിൽ നമുക്ക് ആവറേജ് ചെയ്ത് ട്രേഡ് ചെയ്യണ സിംഗിൾ ട്രേഡ് ചെയ്യണവർക്ക് ആവറേജ് ട്രേഡ് ചെയ്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ഉഗ്രം നല്ല കൗണ്ടറായിട്ട് മാറുകയാണ്. അടുത്ത ബജാജ് ഫിൻസർവ് നല്ല ബിസിനസ്സാണ് മൂവ് ചെയ്യുന്നവരെ നല്ല ബിസിനസ് മൂവ് ചെയ്യുന്നുള്ള ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോങ് ടൈമിന് അതുകൊണ്ട് തന്നെ ഈ ഇതും സെയിം ലെവലിൽ നമുക്ക് ബജാജ് ഫിൻസർവ് നമുക്ക് ഒരു ബൈ ട്രെൻഡ് തന്നെയാണ് കിട്ടുള്ളൂ. ഓരോ ഡിപ്പിലും ബൈ ചെയ്ത് ട്രേഡ് ചെയ്യാവുന്ന കൗണ്ടറായിരിക്കും. യെസ് ബാങ്കിൻ്റെ ക്വാർട്ടർ റിസൾട്ട് വന്നത് വളരെ നല്ല റിസൾട്ടാണ്. പ്രോഫിറ്റ് റൈസ് ചെയ്തിട്ടുണ്ട്. നെറ്റ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഒക്കെ അപ് ട്രെൻഡാണ്. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ഒരു വിഷമതകളൊക്കെ തീർന്ന് യെസ് ബാങ്ക് പതുക്കെ റിയാലിറ്റിയിലേക്ക് ഫേസ് ചെയ്യുകയാണ്. ഒരു ലോങ് ടൈം ഇൻവെസ്റ്ററും സ്ലോ മൂവ്മെൻറ്റുള്ള കൗണ്ടറാണ്. ഇനി മുതൽ ശ്രദ്ധിക്കാവുന്ന കൗണ്ടർ എന്ന് പറയാം. ഡോളർ ഇൻഡെക്സാണ്. ഡോളർ ഇൻഡെക്സ് ഏകദേശം 98.31 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ മോശമായി. ഇതാണ് ഇനിയിപ്പം കണ്ടത്. ഇതുകൊണ്ടാണ് നമ്മൾ ഇൻഡെക്സുകൾക്ക് ഇനി ഒരു കയറാൻ മടി കാണിക്കുന്നത്. ഡോളർ ഇൻഡെക്സ് വീണ്ടും ഡൗൺ ആണ്. ഇന്ത്യൻ റുപ്പിയെ സംബന്ധിച്ച് നല്ലതാണെങ്കിലും ഈ ചൈനയായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നു എന്നുള്ളത് ഒരു ഓപ്ഷനും ഈ ഒരു ഇൻഡെക്സിൽ നിന്ന് നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഇത് ഇങ്ങനെ ഇതിപ്പോൾ ലൈവിലെടുത്തതാണ്. അപ്പോൾ ഇതെടുക്കുമ്പോൾ ഇത് 98.13 എന്ന് പറഞ്ഞാൽ നമുക്കറിയേണ്ടത് 107 നിന്നാണ് വരുന്നത്. ഇപ്പോഴും അത് അൺസർട്ടനിറ്റി ആയിട്ട് താഴ്ത്ത. അപ്പോൾ ഒരു ഇഷ്യൂ ചൈനയായിട്ടുള്ള ഇഷ്യൂ തീർന്നു എന്ന് ഇൻഡെക്സ് US ഡോളർ ഇൻഡെക്സ് വെച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ട്രെൻഡ് ഞാൻ പറഞ്ഞ ചെറിയൊരു ഗുഡ് ന്യൂസിൽ വരുന്നുണ്ടെങ്കിലും ആക്ച്വൽ ഒരു ഗുഡ് ന്യൂസിനെ പുറത്തുള്ള ഒരു അപ് ട്രെൻഡ് ഇവിടെ കാണുന്നില്ല. ഇത് നെഗറ്റീവാണ് വേൾഡ് മാർക്കറ്റിന് കേട്ടോ. ട്രെൻഡ് ഈ ഷെയർ വാച്ച് ചെയ്യാവുന്ന അക്കൗണ്ടാണ്. ടാറ്റ കമ്പനിയുടെ ആണെന്നുള്ളത് ശ്രദ്ധിക്കുക. ടാറ്റയാണ്. 5000 മുകളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. HDFC ബാങ്ക് നല്ല റിസൾട്ട് ആയ കാരണം ഇന്നത്തെ പെർഫോമർ ഇനി ആവാൻ സാധ്യതയുണ്ട്. ബൈ ആയിരിക്കും. അതും വാച്ച് ചെയ്യാവുന്ന കൗണ്ടറാണ്. നല്ല ബൈ ആയി കരുതുന്നു. ഓക്കെ, അതൊക്കെയാണ് മാർക്കറ്റിൻ്റെ ഒരു ട്രെൻഡ്. നെഗറ്റീവ് ഓപ്പണിംഗ് ആയിരിക്കെങ്കിലും റിക്കവറി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു. സെയിം ഡേയിൽ ഏർലി മോർണിംഗിൽ ഉണ്ടാക്കുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. താങ്ക് യു.